എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം. ഇപ്പോൾ ഇനി ചൊല്ലാൻ പോകുന്ന ശ്ലോകവും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് ഒരിക്കൽ കൂടി അത് കേൾക്കാം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്ത്യാപോ നശോഷേത് മാരുതഃ. ശസ്ത്രാണി ഏനം. ഏനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ എന്നർത്ഥം. ന ചിന്തന്തി പാവകഃ ഏനം ന ദഹതി. ആപഃ ച ഏനം ന ക്ലേദയന്തി. മാരുതഃ ന ശോഷയതി. ആയുധങ്ങൾ കൊണ്ട് ഈ ആത്മാവിനെ മുറിപ്പെടുത്തുവാൻ സാധ്യമല്ല. അതുപോലെ അഗ്നി കൊണ്ട് ഈ ആത്മാവിനെ ദഹിപ്പിക്കുവാനും സാധ്യമല്ല. വെള്ളം കൊണ്ട് ഈ ആത്മാവിനെ നനയ്ക്കുവാൻ സാധ്യമല്ല. കാറ്റുകൊണ്ട് ഉണക്കുവാനും സാധ്യമല്ല. അവൻ ചിലപ്പോൾ പറയും ഒരാളെ ആയുധം കൊണ്ട് വധിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാളുടെ ശരീരത്തെ മാത്രമേ ആ വാളുകൊണ്ട് അല്ലെങ്കിൽ ആയുധം കൊണ്ട് ഇല്ലാതാക്കുവാൻ സാധിക്കൂ. ആത്മാവിനെ ഒരിക്കലും മുറുക്കുവാൻ വേണ്ടി സാധ്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ സാഖ്യയോഗത്തിലെ ഈ 23-ാമത്തെ ശ്ലോകം നാം മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്ത്യാപോ നശോഷേത് മാരുതഃ. നന്ദി, നമസ്കാരം.